നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പോലും നബിയുടെ പേരിൽ കളവ് പറയാൻ ആളുകൾ തയ്യാറായി. അൻസാറുകൾ പാർത്തുന്ന ഗ്രാമത്തിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു അത്രേ, അൻസാറുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ നാട്ടിലെ ഇന്ന സ്ത്രീ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ മുമ്പിലെത്തി. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് അയാളെ വളഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, പുണ്യ നബി അങ്ങനെ തന്നെ പറഞ്ഞോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. വിവരം പുണ്യ റസൂലിന്റെ കാതിലെത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലുമെത്തി. മനുഷ്യൻ പോയിട്ട് പറഞ്ഞ ഈ വിവരം, ഇന്ന പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് നബി തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അലിയെയും സുബൈറിനെയും വിളിച്ചുകൊണ്ട് പറയുന്നു, പോയി നോക്കൂ, എന്റെ പേരിൽ കളവ് പറയുന്നവൻ, അവനെ വെച്ചേക്കരുത്. സത്യസന്ധന്മാരുടെ ഈ ലോകത്ത്, സത്യസന്ധത പുലരേണ്ട ഈ ലോകത്ത് അയാളെ കണ്ടാൽ വധിച്ചു കളയുക. പക്ഷേ അയാളെ നിങ്ങൾക്ക് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടാളും കൂടി ചെന്നപ്പോൾ അയാൾ പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപാടെ പുണ്യ റസൂല് പറഞ്ഞു അത്രേ, മൻ കദിബ അലയ്യ ഫൽയതബവ്വ മഖഅദഹു ഫിന്നാർ, എന്റെ മേലിൽ കളവ് പറയുന്നവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.